ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പുതിയൊരു സ്നാക്സാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഫുഡായിട്ട് നമുക്ക് കഴിക്കാവേ. ചോളമാണ്, റോ ചോളം. ഇതുണ്ട്, ഈ കളറിലാണുള്ള ചോളം വേണം നമ്മൾ മേടിക്കാൻ കേട്ടോ. പല കളറിലും പച്ച കളറിലും പല കളർ. ഇത് മഞ്ഞ കൂടിയ കളർ, മഞ്ഞ കളർ വന്നെങ്കിൽ ആ ചോളം മൂത്തിട്ടുണ്ട്. അത് പൊളിക്കുമ്പോൾ അതിങ്ങനെ ഇരിക്കണം കേട്ടോ. ചിലത് പൊളിക്കുമ്പം വെറുത്ത് വെള്ളയായിട്ടിരിക്കും, അപ്പോൾ അത് ഒട്ടും മൂത്തിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾക്ക് ഒരുപാട് നല്ല വൈറ്റമിൻസും അയണും ഒക്കെ അടങ്ങിയ വൈറ്റമിൻ ഡി ഒക്കെ അടങ്ങിയ ഒരു ഫുഡാണ് ഇത്. നമുക്കിത് പുഴുങ്ങി കഴിക്കണം. പുഴുങ്ങി കഴിക്കുമ്പോഴാണ് അതിന് ടേസ്റ്റും. അല്ലെങ്കിൽ പച്ചയ്ക്ക് കഴിക്കാൻ ഇത് സ്വീറ്റ് കോണാണ്. പച്ചയ്ക്ക് കഴിക്കുമ്പോൾ ചില സമയത്ത് ചിലർക്ക് വയറുവേദന വരും. പുഴുങ്ങി കഴിക്കുമ്പോൾ അത് വരത്തില്ല. അപ്പോൾ ഇനി നമ്മളിത് പുഴുങ്ങണം. ഇതെല്ലാം കളഞ്ഞിട്ട് പുഴുങ്ങണം. ഇപ്പോൾ നമുക്കിത് നമ്മൾ 2 മേടിച്ചത് 38 രൂപയ്ക്കാണ്. ഓൺലൈനിൽ നിന്ന് മേടിച്ച് ഇൻസ്റ്റാമാർട്ടിൽ നിന്നാണ് മേടിച്ചത്. ഇപ്പോൾ ഇൻസ്റ്റാമാർട്ടിലെല്ലാം സാധനമുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കണം. ചില സമയത്ത് നല്ല ഓഫറുണ്ട്. വീക്കെൻഡിലുമൊക്കെ ചില ദിവസങ്ങളിലൊക്കെ ഒത്തിരി ഓഫറുണ്ടാവും. അപ്പം നിങ്ങൾ അതൊക്കെ നോക്കണം. നമ്മൾ സ്ഥിരം മേടിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ഇൻസ്റ്റാമാർട്ടിൽ പോയിൻറ്റുകളുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് ഓഫർ കിട്ടും. അപ്പോൾ എല്ലാവരും ചോളം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കും. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എപ്പോഴും ഏത് രാവിലെയും കഴിക്കാം, ഉച്ചകഴിഞ്ഞും കഴിക്കാം. അപ്പം കുട്ടികൾ സ്കൂളൊക്കെ വിട്ട് വരുമ്പോൾ ഇത് പുഴുങ്ങി ഇച്ചിരി മസാലയൊക്കെ തൂത്ത് അത് ഞാൻ മസാല ഉണ്ടാക്കുന്ന കാണിച്ചു തരാവേ. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ കളറ് വരണം കേട്ടോ. പല കളറിലുള്ളതുകൊണ്ട് കളറ് വരണം. അപ്പം അതുപോലെ ഇതിനകം നമ്മൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. ഈ മഞ്ഞ കളറായിരിക്കണം കേട്ടോ. അതാണ് നല്ല ചോളം. എന്നിട്ടത് പുഴുങ്ങണം. ഒരു 3 മിനിറ്റ് ആവി കയറ്റിയാൽ മതി. അത് കഴിഞ്ഞ് ഇത് മുറിച്ചിട്ട് പുഴുങ്ങാൻ നല്ലത്. അത് പുഴുങ്ങിയിട്ട് മുറിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മളിത് മുറിച്ചിട്ട് പുഴുങ്ങാം. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമ്മുടെ ഇഷ്ടത്തിന്. ഫുള്ളായിട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് മുറിക്കുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് 2 പേർക്കത് ഒരാൾക്ക് ഫുള്ള്, പിള്ളേരാണെങ്കിൽ ഒരെണ്ണം ഫുള്ള് ഒരാൾ കഴിക്കത്തില്ല, വലുതാണല്ലോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ചെറിയൊരു വിശപ്പ്, വൈകുന്നേരത്തെ ചായയുടെ കൊടുത്ത് അപ്പോൾ പകുതി കഴിച്ചാൽ മതി. അപ്പം ഞാൻ കാണിക്കാം. ഇതിന് പുഴുങ്ങുന്നതും മസാല തൂക്കണമൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഞാൻ 2ആയിട്ട് ഡിവൈഡ് ചെയ്തു. നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ചത്. ഇഡ്ഡലി പാത്രത്തിൽ തട്ട് തിരിച്ച് വെച്ച് വെള്ളമൊന്നും കയറാതെ. അപ്പം 2ആയിട്ട് ഡിവൈഡ് ചെയ്ത് നമുക്ക് ആവിക്ക് വെച്ച് ഒരു 3 മിനിറ്റ് പുഴുങ്ങിയാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. നമ്മൾ ചോളത്തിന് വേണ്ടിയുള്ള മസാലയാണ്. കുറച്ച് ഉപ്പ്, കുറച്ച് കാശ്മീരി മുളക് പൊടിയാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് എരിവിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് ഈ മുളക് പൊടിയിലോട്ട് ഇച്ചിരി നാരങ്ങ പിഴിക്കണം. കുറച്ച് നാരങ്ങ പിഴിഞ്ഞാൽ മതി. എന്നിട്ട് കുറച്ച് നാരങ്ങ പിഴിയുക, നാരങ്ങ നീര്. നമുക്ക് 2 പേർക്കുള്ളപ്പോൾ അതനുസരിച്ച്. എന്നിട്ട് ഈ ഉപ്പും കൂടി ഇതിനകത്തോട്ട് നമ്മൾ മിക്സ് ചെയ്ത് ഒന്ന് ഇത് നാരങ്ങ നീരിലാക്കണം. എന്നിട്ട് നാരങ്ങ നീരിലാക്കിയിട്ട് ഈ നാരങ്ങയുടെ തൊണ്ട് തന്നെ വെച്ചിട്ട് നമ്മളങ്ങ് തൂത്താൽ മതി കേട്ടോ. കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ ഒരുപാട് എരിവ് വരത്തില്ല, എല്ലാവർക്കും കഴിക്കാം. പക്ഷെ അങ്ങനെ മൊത്തത്തിൽ തൊട്ട് ചെറിയ ചൂടോടുകൂടി കഴിയും, വലിയ ചൂടിൽ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഇച്ചിരി സമയം ആവി മാറാൻ വേണ്ടി വെക്കണം, ചെറിയ ചൂടിൽ. അപ്പോൾ നമ്മൾ ഒരു വൈകുന്നേരത്തെ സ്നാക്സ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ പിള്ളേർക്ക് സ്കൂളിൽ പോകുമ്പം പെട്ടെന്ന് കഴിക്കണമെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർക്കൊരു ചായയും ഒരു ഗ്ലാസ് പാൽ കൂടെ കൊടുത്താൽ പിള്ളേരുടെ വയറ് നിറഞ്ഞു. പിന്നെ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ കൊടുത്തു വിടില്ല. അപ്പോൾ ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോളത്തിൻ്റെ പരിപാടി തീർക്കാം. നിങ്ങളപ്പം വീട്ടിൽ ഇൻസ്റ്റാമാർട്ടിലൊക്കെ ലാഭത്തിൽ ചോളം കിട്ടും. നിങ്ങൾ മേടിച്ച് വെക്കണം. ചോളം ഒരു 4 ചോളമൊക്കെ മേടിച്ച് വെക്കെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്കുണ്ട്. അപ്പോൾ വലിയ ആൾക്കാർക്ക് പേടൊന്നും ഉണ്ടാക്കാൻ പെട്ടെന്ന് സമയം കിട്ടില്ല. പെട്ടെന്ന് ചോളം എടുത്ത് പുഴുങ്ങുക. നമ്മുടെ ആരോഗ്യത്തിന് നല്ല എല്ലാ വൈറ്റമിൻസും ഉണ്ട് അതിനകത്ത്. വൈറ്റമിൻ ഡിയും ഈ എല്ലാ സാധനവും ഉണ്ട്. നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ ചെറിയ ഷുഗറുണ്ട് കേട്ടോ, സ്വീറ്റ് കോണാണ്. അപ്പോൾ ഷുഗറുള്ള ആൾക്കാർ കഴിക്കുമ്പോൾ അധികം കഴിക്കാതെ കുറച്ച് കഴിക്കാം. അപ്പോൾ ഞാൻ ചോളം പുഴുങ്ങി ആവി കയറി വരുന്നുണ്ട്, ഞാൻ കാണിക്കാവേ. നമ്മുടെ ചോളം പുഴുങ്ങി റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല ആവി വന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു ഓഫ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാട്ടോ തുറന്നത്. ഇനി നമ്മളൊന്ന് പുറത്തോട്ട് ഇത് പാത്രത്തിലോട്ടൊന്ന് എടുത്ത് വെക്കണം. എന്നിട്ട് ഇച്ചിരി സമയം ആവി പൊക്കോട്ടെ. എന്നിട്ട് നമ്മൾ തൂക്കാവുള്ളൂ. അപ്പം ചെറിയ ചൂടിലേ കഴിക്കാവുള്ളൂ കേട്ടോ. അല്ല നമ്മളെ വായൊക്കെ പൊള്ളുവേ. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ചെറിയ ചൂട് കേട്ടോ. ഉള്ളിൽ ചൂടുണ്ടാവും ചോളം. അപ്പം നമ്മൾ ചേമ്പൊക്കെ കഴിക്കില്ല, അതുപോലെ ഉള്ളിൽ ചൂടുണ്ടാവും. അപ്പം ഇച്ചിരി ആവിയൊക്കെ പോയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ മസാല ഈ നാരങ്ങയോടുകൂടി കൂടി ഇങ്ങനെ തൂക്കണം കേട്ടോ. ഇതിങ്ങനെ തൂക്കണം. ഞാൻ തൂത്ത് കാണിക്കാം കേട്ടോ. നമ്മുടെ ചോളത്തിൽ ഞാൻ മസാലയൊക്കെ തൂത്ത് കേട്ടോ. കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തേക്കണം, അതുകൊണ്ട് അധികം എരിവില്ല. ഒരുപാട് നാരങ്ങ, ഒത്തിരി
വലിയ നാരങ്ങ എടുത്ത് പിഴിയില്ല കേട്ടോ, അപ്പം പുളി കൂടുവേ. അപ്പം നമുക്ക് കഴിക്കാൻ പുളി മുമ്പോട്ട് നിൽക്കും. അപ്പോൾ ഉപ്പും ഇതൊക്കെ പാകത്തിനായിരിക്കണം. അപ്പോൾ ഇനി നമുക്ക് കഴിക്കുമ്പോൾ ഇച്ചിരി ആർക്കെങ്കിലും കഴിക്കുമ്പോൾ ഇച്ചിരി ഇച്ചിരി കൂടെ എരിവ് വേണമെന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇവിടെ തൂക്കാം. ഓവറായിട്ട് ചെയ്യാനില്ല. അപ്പം എല്ലാവരും ചോളം പുഴുങ്ങി കഴിക്കണം കേട്ടോ. ഇതുവരെയും ചോളം പുഴുങ്ങി കഴിക്കാത്ത ആൾക്കാർ ഇന്നൊന്ന് ശ്രമിച്ച് നോക്കുക കേട്ടോ. പച്ചച്ചോളം കഴിക്കരുത് കേട്ടോ. അപ്പം കുട്ടികൾക്കൊക്കെ കൊടുക്കുക, വലിയ ആൾക്കാർ കഴിക്കുക. എല്ലാവരുടെയും ആരോഗ്യത്തിന് നല്ല സാധനമാണ് ചോളം. അപ്പം എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ഒന്നും കൂടെ നേരുന്നു. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം. താങ്ക് യു.